റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് നമുക്കിപ്പോൾ അറിയാം ഏതൊരു ബിസിനസ്സും റേറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് കണ്ടിട്ടാണ് അത് വാങ്ങിക്കണം വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഒരു മൂവി പോവുകയാണെങ്കിലും അങ്ങനെയല്ലേ സാർ, റേറ്റിംഗ് കണ്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ സാറിൻ്റെ ഷോപ്പിൽ സാറിന് എന്ത് ചെയ്യാം, സാറിൻ്റെ ബിസിനസ് റേറ്റിംഗ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ലിങ്ക് ഷെയർ ചെയ്ത് അതിലൂടെ സാറിന് എന്ത് ചെയ്യാം, സാറിൻ്റെ ബിസിനസ് റേറ്റിംഗ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സാറിൻ്റെ കാറ്റഗറി ഇപ്പം സാറിൻ്റെ ഇപ്പോൾ കമ്പനി ഇപ്പോൾ എക്സാമ്പിൾ അർജുൻ മൊബൈൽസ് ആണെങ്കിൽ അർജുൻ മൊബൈൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ താഴെ നോക്കുക സാർ, പ്ലസ് സിമ്പിൾ കാണിക്കുന്നുണ്ടോ? ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് JD റേറ്റിംഗ്സ് എന്നുണ്ടോ? ഈ JD റേറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സാറിൻ്റെ പേര്, മൊബൈൽ നമ്പർ, അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. ജസ്റ്റ് സെൻഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ലിങ്ക് പോകും. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ സ്ഥാപനത്തിൻ്റെ റേറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുക സാർ, ഇപ്പോൾ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നു. കമൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക സാർ, ഈ അർജുൻ മൊബൈൽസിൻ്റെ താഴെ തന്നെ വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇതിലിപ്പോൾ ഞാൻ റേറ്റ് ചെയ്തത് എൻ്റെ പേരും ഞാൻ റേറ്റ് ചെയ്ത കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഷെയറും ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമുക്ക് റേറ്റിംഗ്സ് കൂട്ടാൻ പറ്റുന്നത്.